എല്ലാ വിദ്യാർത്ഥികൾക്കും മിനർവയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്ന ടോപ്പിക്ക് എക്കണോമിക്സിനകത്തിലെ എല്ലാ മത്സര പരീക്ഷകൾക്കും വരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയായ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള പ്ലാൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ വർഷങ്ങളുമാണ്. 5 ഇയർ പ്ലാനിലേക്ക് നമുക്ക് വരാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56. നമ്മൾ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് വളരെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് വളരെ ബ്രീഫായിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളോടാണ് നമ്മൾ പോകുന്നത്. ലോകത്തിൽ ആദ്യമായി 5 ഇയർ പ്ലാൻ ആരംഭിച്ച രാജ്യം ഏതാ? അത് റഷ്യയാണ്, USSR. ലോകത്തിൽ ആദ്യമായി റഷ്യയിൽ 5 ഇയർ പ്ലാൻ ആരംഭിച്ച വർഷമെന്ന് 1928-29 എന്ന് പറയുന്ന കാലഘട്ടത്തിലായിരുന്നു. അവിടെ അത് ആരംഭിച്ച ആളെ പേര് ജോസഫ് സ്റ്റാലിൻ എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫാദർ ഓഫ് 5 ഇയർ പ്ലാൻ എന്നാണ് ജോസഫ് സ്റ്റാലിനെ വിളിക്കുന്നത്. അദ്ദേഹം റഷ്യക്കാരനാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അദ്ദേഹം റഷ്യക്കാരൻ തന്നെയാണ്. കാരണം പല പരീക്ഷകൾക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമുക്കറിയാം ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോങ് ആണ്. നോർമൻ ബോർലോങ്ങിൻ്റെ ജന്മദേശം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലരും അതിന് മെക്സിക്കോ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ലോകത്തിൽ ആദ്യമായി ഹരിതവിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയും ഏഷ്യയിൽ ആദ്യമായിട്ട് ഫിലിപ്പീൻസുമാണ്. പക്ഷേ ഇത് രണ്ടുമല്ല നോർമൻ ബോർലോങ്ങിൻ്റെ ജന്മദേശം. അദ്ദേഹം അമേരിക്കക്കാരനാണ്. അതുപോലെ ഇവിടെ ജോസഫ് സ്റ്റാലിൻ, പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോസഫ് സ്റ്റാലിൻ ഏത് രാജ്യക്കാരനാണ്? റഷ്യക്കാരൻ തന്നെ. ഫാദർ ഓഫ് ഇന്ത്യൻ 5 ഇയർ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പ്ലാൻസിലേക്ക് വരാം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത വർഷം 51-ലാണ്. ഈ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ടത് അതിൻ്റെ ലക്ഷ്യങ്ങൾ. ഒന്നാം പദ്ധതി നമുക്കറിയാം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത്. രണ്ടാം പദ്ധതി വർഷം 56-61. പഞ്ചവത്സരം എന്ന് പറയുമ്പോൾ 5 വർഷം വെച്ച് ആഡ് ചെയ്ത് പോകും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയുമ്പോൾ ഈ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് 12 പഞ്ചവത്സര പദ്ധതിയാണ്. 12 പഞ്ചവത്സര പദ്ധതിയിൽ 5 വർഷ കാലാവധി പൂർത്തീകരിക്കാത്ത എത്ര പദ്ധതി ഉണ്ടെന്ന് വെച്ചാൽ എന്ത് പറയും? 12 പഞ്ചവത്സര പദ്ധതിയിൽ 5 വർഷ കാലാവധി പൂർത്തീകരിക്കാത്ത ഒരേ ഒരു പ്ലാനേ ഉള്ളൂ. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ രണ്ടാം പദ്ധതി വർഷം എന്നാണ് 1956-61. വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനമാണ് രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനമാണ് രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യമെന്നറിയപ്പെടുന്നത്. മൂന്നാം പദ്ധതി വർഷമെന്നാണ് 61-66. 1961-66. മൂന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത് ഭക്ഷ്യസ്വയം പര്യാപ്തത. 3 പോയിന്റും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസ്വയം പര്യാപ്തത. നെക്സ്റ്റ് പോയിന്റ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യസ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, തൊഴിലില്ലായ്മ കുറയ്ക്കുക. അപ്പോൾ ഒന്നാം പദ്ധതി വർഷം 51-56. ഇങ്ങനെ കാലഘട്ടമായിട്ട് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഓരോ വർഷങ്ങളും ആദ്യത്തെ വർഷങ്ങളല്ല ഓർത്തിരിക്കുക. 1 51 ആണെന്നും 2 56, 3 61 അങ്ങനെ കൂടി പഠിച്ചു വെക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ഇവിടുന്ന് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റഫ് ഷീറ്റിലേക്ക് പോയി എഴുതാനായിട്ട് നിൽക്കരുത്. അത് നമുക്ക് സമയം പോവും. എല്ലാ പദ്ധതിയുടെയും ആദ്യത്തെ വർഷങ്ങളും ഓർത്തിരിക്കുക. ആ വർഷത്തിൻ്റെ എൻഡാണല്ലോ അടുത്ത പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പദ്ധതി 51, സെക്കൻഡ് പദ്ധതി 56, തേർഡ് പദ്ധതി 61. ആ ഒരു ഓർഡറിൽ വേണം മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി നോക്കി, ഇനി ഒരു കണ്ടിന്യൂഷൻ നമുക്കവിടെ കാണാൻ സാധിക്കില്ല. കാരണം കണ്ടിന്യൂഷൻ ഇനി ഒരു പദ്ധതിയില്ല. നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. 3 കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് 4. അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷമുണ്ട്. നോക്കി, 1969-66-69. 1966 മുതൽ 69 വരെ. എന്തായാലും നേർക്ക് എഴുതിയിരിക്കുന്നത് പ്ലാൻ ഹോളിഡേ. കാരണം നമ്മുടെ രാജ്യത്ത് 5 വർഷം ഗ്യാപ്പിട്ടുകൊണ്ട് ഒരു രാജ്യത്ത് പ്ലാൻ ആരംഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 വർഷ കാലാവധിയിൽ ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കും. ആ മേഖലയിലെ പ്രശ്നങ്ങൾ മാക്സിമം ദൂരീകരിക്കുക എന്നതാണ് ഈ 5 ഇയർ പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്നാം പദ്ധതിയിലെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, 2 വ്യവസായ മേഖലയുടെ സമഗ്ര വികസനമാണ്. അങ്ങനെ 1ഉം 2ഉം പദ്ധതി വളരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് ഒരു പദ്ധതിയായിരുന്നു. മൂന്നാം പദ്ധതിയിലേക്ക് വന്നപ്പോഴായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇൻഡോ ചൈന വാറും ഇൻഡോ പാക് വാറുമായിരുന്നു. ഇൻഡോ ചൈന വാർ 1962-ലും ഇൻഡോ പാക് വാർ എന്നറിയപ്പെടുന്ന 1965-ലോ. ഈ 2 വർഷങ്ങളും വരുന്നത് മൂന്നാം പദ്ധതിയുടെ ടൈമിലല്ലേ. നോക്കി, 61-66 ഈ 2 യുദ്ധങ്ങളും കാരണം ഇൻഡോ ചൈന വാറും ഇൻഡോ പാക് വാറും രാജ്യത്തിൻ്റെ ഖജനാവിലെ പൈസ എല്ലാം തീർന്നു. യുദ്ധക്കെടുതികൾ, യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്നും പൈസകൾ എടുക്കേണ്ടി വന്നു. അത് 4ാം പദ്ധതിയുടെ നെക്സ്റ്റ് പദ്ധതിയായ 4ാം പദ്ധതിയുടെ കണ്ടിന്യൂഷൻ അത് വിഘ്നം വരുത്തി എന്നുള്ളതാണ്. കണ്ടിന്യൂഷൻ നടക്കാൻ പറ്റിയില്ല. കാരണം ഖജനാവിൽ പൈസയില്ല. അങ്ങനെ 3 വർഷത്തേക്കിനി
5 ഇയർ പ്ലാൻ വേണ്ട എന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. അവിടെ എഴുതിയിട്ടുണ്ട്. പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാന്ന് PSCക്ക് ചോദിച്ച പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ജവഹർലാൽ നെഹ്റു എന്നൊന്നും പറഞ്ഞു കളയില്ല. ജവഹർലാൽ നെഹ്റു 1964 മരിച്ചുപോയി. അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹം അവിടെ വരുന്നുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മൾ കുറച്ചും പറഞ്ഞ ഇൻഡോ പാക് വാറിലെയോ 65 താഷ്കൻഡ് കരാർ 1965 വാറുമായി ബന്ധപ്പെട്ടതാണ്. താഷ്കൻഡ് കരാർ ആ യുദ്ധം നിർത്തലാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ്റെ രണ്ടാമത്തെ രാഷ്ട്രപതിയായ മുഹമ്മദ് അയൂബ് ഖാനും ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്നല്ല ഞാൻ പറഞ്ഞ, പാകിസ്ഥാൻ്റെ രാഷ്ട്രപതിയാണ് മുഹമ്മദ് അയൂബ് ഖാൻ, രണ്ടാമത്തെ രാഷ്ട്രപതി. അദ്ദേഹവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ചേർന്ന് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കൻഡിൽ വെച്ച് എഴുതിയ കരാറായിരുന്നു താഷ്കൻഡ് കരാർ. 1966 ജനുവരി 10. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനുശേഷം നെക്സ്റ്റ് വരുന്ന പ്രധാനമന്ത്രിയാണ് ആര്? പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണെന്ന് ഓർത്തിരിക്കുക. ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നു ഇനി 3 കൊല്ലത്തേക്ക് പ്ലാൻ വേണ്ട, കാരണം ഖജനാവിൽ എന്തില്ല? പൈസയില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്ലാൻ ഹോളിഡേ വർഷം എന്നാ 66 മുതൽ 69 വരെ. അപ്പോൾ 3ൻ്റെ ലക്ഷ്യം എന്താ? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, തൊഴിലില്ലായ്മ കുറയ്ക്കുക. 1, 2 നമുക്കറിയാം. നെക്സ്റ്റ് പോയിന്റ്, പ്ലാൻ ഹോളിഡേ അവസാനിച്ച വർഷം 1969. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 4ാം പദ്ധതി നമുക്ക് പറഞ്ഞു തുടങ്ങണം. 5 വർഷം വെച്ച് ആഡ് ചെയ്തൊക്കെ പോയാൽ മതി. അപ്പോൾ മനസ്സിലുണ്ടാവണം ഏത് പദ്ധതി 5 വെച്ച് കൂട്ടില്ല? 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ ആണല്ലോ. നോക്കി, 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ എന്ന് വരെ? 1969 to 74. വളരെ ഇമ്പോർട്ടൻ്റ് പഞ്ചവത്സര പദ്ധതിയൊക്കെ. നമുക്കറിയാം ഇന്ത്യയിൽ 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണമൊക്കെ നടന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഈ 4ാം പദ്ധതി. എന്നാൽ 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1969 ജൂലൈ 19. 2ാം ഘട്ടം 1980 ഏപ്രിൽ 15. 1ാം ഘട്ടം എത്ര ബാങ്കിനെ നാഷണലൈസ് ചെയ്തു? 14. 2ാം ഘട്ടം 6. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ നിലവിൽ എത്ര നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട്? 12. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം നോക്കി, സ്ഥിരതയോട് കൂടിയ വളർച്ച. 4ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച, ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഒന്നെന്തായിരുന്നു? കൃഷി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2 വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനം. 3 തൊഴിലില്ലായ്മ കുറയ്ക്കുക, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 4 സ്ഥിരതയോടുകൂടിയ വളർച്ച. നെക്സ്റ്റ് കണ്ടിന്യൂഷൻ. 4 അവസാനിച്ച വർഷം 74 അല്ലയോ? 74 നിന്നും അടുത്ത 5ാമത്തെ പ്ലാൻ കണ്ടിന്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മനസ്സിലുണ്ടാവണം 5ാം പദ്ധതി 5 വർഷം കംപ്ലീറ്റ് ചെയ്തില്ല. നോക്കി, 74 മുതൽ 79 അല്ലി വരേണ്ട 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ എത്രയേ ഉള്ളൂ? 74 മുതൽ 78 വരെ ഉള്ളൂ. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. 5ൻ്റെ ലക്ഷ്യം നോക്കി. 5ൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് 5ൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പോവർട്ടി റാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ ഈ പദ്ധതി വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാടാ ഈ പദ്ധതിക്കകത്ത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പഞ്ചവത്സര പദ്ധതികളുടെയൊക്കെ അധ്യക്ഷൻ എല്ലായ്പ്പോഴും ആരാന്ന് ചോദിച്ചാൽ അത് ആ സമയത്ത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം 1ാം പദ്ധതി. അപ്പോൾ നമുക്ക് എല്ലാ പദ്ധതിയിലും കൃത്യമായിട്ട് പറഞ്ഞു വെക്കൽ നടക്കത്തില്ല. കാരണം ചില പദ്ധതികളിലൊക്കെ 1, 2, 3 പ്രധാനമന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. കാരണം 5 വർഷം ഗ്യാപ്പാണല്ലോ പഞ്ചവത്സര പദ്ധതി പോകുന്നത്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അടുപ്പിച്ചൊക്കെ ഒരുപാട് മന്ത്രിമാർ വരുന്നുണ്ട്. ഇപ്പോൾ നോക്കി, 1ാം പദ്ധതിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. 2ാം പദ്ധതി ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. 3ാം പദ്ധതി ചോദിച്ചാൽ കുറേ ആളുകളുണ്ട്. കാരണം ജവഹർലാൽ നെഹ്റു മരിക്കുന്നത് 1964. അതിനുശേഷം 65 ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ട്. 66 ഇന്ദിരാഗാന്ധി ഉണ്ട്. അപ്പോൾ നോക്കി, 3ാം പദ്ധതിയിൽ തന്നെ 3 മന്ത്രിമാരായില്ലയോ? അപ്പോൾ കൃത്യമായി പറയാൻ പറ്റുന്നത് പറഞ്ഞു വെക്കുക എന്നുള്ളതാണ്. 1ാം പദ്ധതി അധ്യക്ഷൻ നെഹ്റു, 2ാം പദ്ധതി അധ്യക്ഷൻ നെഹ്റു, 3ാം പദ്ധതി ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ നോക്കി ആൻസറിലേക്ക് എടുക്കേണ്ടി വരും. 3 പേരുണ്ടല്ലോ. അതുപോലെ തന്നെ 4ലേക്ക് എത്തുമ്പോൾ 4ാം പദ്ധതി അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അധ്യക്ഷയാണ് ഇന്ദിരാഗാന്ധിയാണ്. 5ഉം ഇന്ദിരാഗാന്ധി തന്നെയാണ്. അങ്ങനെ 5ാം പദ്ധതി കണ്ടിന്യൂ ചെയ്ത് 74, 78ലേക്ക് എത്തിയപ്പോൾ 78ൻ്റെ അവസാനം മീൻസ് ആദ്യം നമ്മുടെ രാജ്യത്ത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം മറ്റൊക്കെ കാരണം ഇന്ദിരാഗാന്ധിക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ നെക്സ്റ്റ് അങ്ങനെയാണ് ഈ പദ്ധതി സ്റ്റോപ്പ് ആവുന്നത്. അങ്ങനെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പദ്ധതിയല്ല, അടുത്ത മറ്റൊരു പ്ലാൻ വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നോക്കി, റോളിംഗ് പ്ലാൻ നമ്മളിപ്പം പറഞ്ഞ വർഷം 5ാം പദ്ധതി അവസാനിച്ച വർഷം 74 മുതൽ 78 വരെ അല്ലേ? നോക്കി, 78 മുതൽ 80 വരെ ഏത് പ്ലാൻ? റോളിംഗ് പ്ലാൻ. കാരണം ഈ ഇന്ദിരാഗാന്ധി എന്നറിയപ്പെടുന്നത് ഏത് പാർട്ടിയുടെ അധ്യക്ഷയായിട്ട് കയറിയത്? INCയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ ഇന്ദിരാഗാന്ധി രാജിവെച്ച് പുറത്തു പോയപ്പോൾ മറ്റൊരു പ്രധാനമന്ത്രി അധികാരത്തിലേറുന്നു. അദ്ദേഹം ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മൊറാർജി ദേശായി. എന്തോടെ പേര്? മൊറാർജി ദേശായി. അപ്പോൾ ഈ മറ്റൊരു പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് വന്ന പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അവരുടെ ആശയങ്ങളും ഇവരുടെ ആശയങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഈ 5 ഇയർ പ്ലാൻ എന്നുള്ളത് അദ്ദേഹം നിർത്തി. എന്നിട്ട് അദ്ദേഹം
അതിന് പകരം കൊണ്ടുവന്നൊരു പ്ലാനിൻ്റെ പേരായിരുന്നു റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത്. റോളിംഗ് പ്ലാൻ പരീക്ഷയ്ക്ക് വർഷം ചോദിച്ചത് 1978 മുതൽ 80 വരെ റോളിംഗ് പ്ലാൻ. അത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അദ്ദേഹത്തിന് നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 5 വർഷം വെച്ച് കൂടി പോകലാന്നല്ലോ. പക്ഷേ റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത് 2 വർഷം വെച്ച് കൂടി പോകുന്നൊരു പദ്ധതിയാണ്. പക്ഷേ അദ്ദേഹത്തിന് തോനെ നാളും അത് കൂട്ടേണ്ടി വന്നില്ല, തോനെ നാൾ അദ്ദേഹത്തിന് കൂട്ടി പോകേണ്ടി വന്നില്ല. കാരണം വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് ആര് അധികാരത്തിലേറുന്നു? ഇന്ദിരാഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേറുന്നു. അങ്ങനെ ഏത് വർഷമാണ്? 6ാം പദ്ധതിയുടെ മെയിൻ പ്രത്യേകത റോളിംഗ് പ്ലാൻ നിർത്തലാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ 6ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ റോളിംഗ് പ്ലാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഫാദർ ഓഫ് 5 ഇയർ പ്ലാൻ ജോസഫ് സ്റ്റാലിൻ. ഏത് രാജ്യക്കാരൻ? റഷ്യക്കാരൻ തന്നെ. ഫാദർ ഓഫ് ഇന്ത്യൻ 5 ഇയർ പ്ലാൻ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യമുണ്ട്, ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മലയാളത്തിൽ എഴുതി വെക്കാം. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് ഗുണ്ണാർഡ് മിർഡൽ എന്ന. അതൊരു സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, പുസ്തകത്തിൻ്റെ പേര് ഏഷ്യൻ ഡ്രാമ. ആ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ 2 വർഷം വെച്ച് കൂടി പോകുന്ന റോളിംഗ് പ്ലാനെ പറ്റി അദ്ദേഹം ആ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അത് അവിടുന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ഈ മൊറാർജി ദേശായി. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന പ്രത്യേകത ഫാദർ ഓഫ് ഇന്ത്യൻ റോളിംഗ് പ്ലാൻ എന്ന. ഇന്ത്യൻ റോളിംഗ് പ്ലാൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലാണ് ആരെ പറയേണ്ടത്? മൊറാർജി ദേശായി. ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ആരാ? ഗുണ്ണാർഡ് മിർഡൽ. അതൊരു സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം അറിയപ്പെടുന്നത്, പുസ്തകം ഏതാടാ? ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിലാണ് ഗുണ്ണാർഡ് മിർഡൽ 2 വർഷം വെച്ച് കൂടിപ്പോകുന്ന റോളിംഗ് പ്ലാനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെ ഏത് പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നതാ? 6ാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഏത് വർഷം? 80-85. 6 ലക്ഷം ചോദിക്കുമ്പോഴേ ഡൗട്ടൊന്നും വേണ്ട. 1ാം പദ്ധതിയുടെയും 2ാം പദ്ധതിയുടെയും കൂടി ലക്ഷ്യം ചേർത്തെന്ന് പറഞ്ഞാൽ മതി. കാർഷിക വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനം ഓർത്തിരിക്കുക. കാർഷിക വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനം. അപ്പോൾ 6 തീർന്ന വർഷം എന്നാടാ? 85-ലല്ലയോ? അപ്പോൾ 85 തൊട്ട് ഏത് പ്ലാൻ തുടങ്ങും? 7ാം പദ്ധതി. നോക്കൂ, 85 to 90. 7ൻ്റെ ലക്ഷ്യം ആധുനികവൽക്കരണം. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാ. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ആധുനികവൽക്കരണം. 7ാം പദ്ധതി നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കി അവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, 7ാം പദ്ധതി അധ്യക്ഷൻ അവിടെ രാജീവ് ഗാന്ധി വരുന്നുണ്ട്. രാജീവ് ഗാന്ധിയാണ്. കാരണം എന്താണ്? 85-90 അല്ലയോടാ? കാരണം ഇന്ദിരാഗാന്ധി ഈ പറയുന്നത് ഏത് വർഷം മരിച്ചടാ? ഇന്ദിരാഗാന്ധി മരണമടഞ്ഞല്ലോ. ഏത് വർഷം? ഇന്ദിരാഗാന്ധി മരണമടഞ്ഞ വർഷം ഇന്ദിരാഗാന്ധി മരിക്കുന്ന വർഷം എന്നറിയപ്പെടുന്നത് 1984 ഇന്ദിരാഗാന്ധി മരണമടയുന്നത് 1984. ഏത് വർഷമാണ് മരിച്ചത്? 1984. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 7ാം പദ്ധതി അല്ലയോ? 7 ആരംഭിച്ച എന്നാടാ? 85 to 90. 7ൻ്റെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത് ആധുനികവൽക്കരണമാണ്. അപ്പോൾ 7 85 to 90 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. 7ാം പദ്ധതിയുടെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത് ആധുനികവൽക്കരണം. അപ്പോൾ ഇന്ദിരാഗാന്ധി ഏത് വർഷമാണ് മരിച്ചത്? 1984 ഇന്ദിരാഗാന്ധി മരിക്കുന്നു ഓർത്തിരിക്കുക. 84 മരിക്കുകയല്ല, മീൻസ് വെടിവെച്ച് കൊന്നാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രത്തിലെ തീവ്രവാദികളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിഖ് മതക്കാർക്ക് പ്രത്യേകം ഒരു രാജ്യം വേണം, ഖാലിസ്ഥാൻ. പാകിസ്ഥാനല്ല, ഖാലിസ്ഥാൻ. അതിനുവേണ്ടി മുറവിളി കൂട്ടിയിരുന്ന കുറേ ആളുകളെ അവിടുന്ന് പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഓപ്പറേഷൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതിലൂടെ അവരിൽ ഒരുപാട് പേര് മരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി അവർ അതിന് പ്രതികാരം എന്നോണം ഇന്ദിരാഗാന്ധിയെ വധിച്ചു. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം ഇവിടെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വെച്ചത് ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്ക്. അപ്പോൾ നമുക്കിനി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റിലേക്ക് പിന്നീട് വരാം. അപ്പോൾ ഇന്ദിരാഗാന്ധി മരണമടഞ്ഞു ഏത് വർഷം? 84. അത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 7 അവസാനിച്ച വർഷം എന്നാണ് 90-ലല്ലയോ? 7ന് ശേഷം അടുത്ത 8ാം പദ്ധതി ഇല്ല. ഒരു പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നോക്കി. 1990 മുതൽ 92 വരെ അതിൻ്റെ നേർക്കെന്താ എഴുതിയിരിക്കുന്നത്? ആനുവൽ പ്ലാൻ. പദ്ധതിക്കകത്ത് ഈ 3 പ്രധാന ഡിലേ ആണ്. ആകെ 12 പ്ലാനുകളാണ്. 12 പ്ലാനുകളിൽ ഈ 3 ഗ്യാപ്പുണ്ട്. ഒരു ഗ്യാപ്പ് പ്ലാൻ ഹോളിഡേ എന്നാണെന്ന് PSCക്ക് ചോദിച്ചത് 1966 മുതൽ 69 വരെ നടപ്പാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1978 മുതൽ 80 വരെ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. പിന്നെ വരുന്നത് മറ്റൊരു ഗ്യാപ്പാണ്, മറ്റൊരു കണ്ടിന്യൂഷൻ വരുന്നതിൽ മറ്റൊരു ഗ്യാപ്പുണ്ട്. അതാണ് 90 മുതൽ 92 വരെയുള്ള വാർഷിക പദ്ധതി അല്ലെങ്കിൽ ആനുവൽ പ്ലാൻ. അത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയുടെ പേര് VP സിംഗ് എന്ന. അത് നടപ്പിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മൾ പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കാനുള്ള കാരണം പറഞ്ഞു, യുദ്ധക്കെടുതികൾ മൂലം നടപ്പിലാക്കി. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കാനുള്ള കാരണം പറഞ്ഞു നമ്മൾ
ഈ പറഞ്ഞ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കാരണം ഇന്ദിരാഗാന്ധിക്ക് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ മറ്റൊരു പ്രധാനമന്ത്രി അധികാരത്തിലേറി അദ്ദേഹം പ്ലാൻ തന്നെ നിർത്തലാക്കി. അങ്ങനെ റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആനുവൽ പ്ലാൻ നടപ്പിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാടാ? VP സിംഗ്. അതിൻ്റെ പ്രധാന കാരണം ഇമ്പോർട്ടൻ്റാണ്, ചോദിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ കാരണം നടപ്പിലാക്കിയ വളരെ പ്രധാനപ്പെട്ട 2 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന പദ്ധതിക്ക് പകരം കൊണ്ടുവന്നതായിരുന്നു വാർഷിക പദ്ധതി അല്ലെങ്കിൽ ആനുവൽ പ്ലാൻ. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ മരണം പറയേണ്ടത്. ഇന്ദിരാഗാന്ധി മരണമടഞ്ഞ ഏത് വർഷമാണ്? 1984. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ പലർക്കുമൊക്കെ വളരെ പ്രയാസമായിരുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മരണം എന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം, അവരുടെ സ്വന്തം ഗാർഡ്സുകളായ 2 കുട്ടികൾ ചേർന്നാണ് അവരെ 25ഉം 26ഉം ഒക്കെ വയസ്സ് കണ്ടിപ്പിച്ച 2 കൊച്ചു കുട്ടികൾ ചേർന്നായിരുന്നു അവരെ എന്ത് ചെയ്തത്? വെടിവെച്ച് കൊന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വളരെ മൃഗീയമായിട്ടാണ് അവരെ വെടിവെച്ച് കൊന്നത്. കാരണം അവരെ ശരീരത്താകെ 2 ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശരീരത്തിൽ മൊത്തത്തിൽ 28 ഹോൾ ഉണ്ടായിരുന്നു. 28 മീൻസ് 28 ബുള്ളറ്റ് ശരീരം തുളച്ച് വെളിയിലേക്ക് പോയതാണ്. എന്നിട്ട് ടോട്ടൽ 30 ബുള്ളറ്റ്. അപ്പോൾ ഒരു ആളെ 30 ബുള്ളറ്റ്, ഇത്രയും 30 ബുള്ളറ്റ് ശരീരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് അവിടെ നടന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ പലർക്കും ഭയമുണ്ടായി. അങ്ങനെ മന്ത്രിമാർ പലതും മാറി മാറി ഇങ്ങനെ വരാൻ തുടങ്ങി. ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് മന്ത്രിമാരുണ്ട്. അങ്ങനെ കേന്ദ്രത്തിൽ രാഷ്ട്രീയ അടിയന്തരാവസ്ഥയുണ്ടായി, വലിയ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഇനി കുറച്ച് നാളത്തേക്ക് പ്ലാൻ വേണ്ടെന്ന് തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ പേരാണ് ആരെന്ന് പറയുന്നത്? VP സിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വാർഷിക പദ്ധതി എന്ന് വരെ 1990 മുതൽ 92 വരെ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഈ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ 90-92 മറ്റൊരു മരണം സംഭവിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി 1991 മരണമടയുന്നു. അത് അദ്ദേഹം സുഖമില്ലാതെ മരിക്കുന്നതല്ല, അദ്ദേഹത്തെയും ഈ പറഞ്ഞതുപോലെ തീവ്രവാദി ആക്രമണങ്ങളിലൂടെ അദ്ദേഹത്തെ ബോംബ് വെച്ച് പൊട്ടിത്തെറിപ്പിച്ചതാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ, അപ്പോൾ വാർഷിക പദ്ധതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നോക്കി കണ്ടിന്യൂഷൻ, 92ൻ്റെ കണ്ടിന്യൂഷൻ, അടുത്ത പദ്ധതി കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞു വരിക, പ്രത്യേകിച്ച് ഡിലേ ഒന്നുമില്ല. 92 മുതൽ 97 വരെ ഏത് പദ്ധതി? 8ാം പഞ്ചവത്സര പദ്ധതി. 8ൻ്റെ ലക്ഷ്യം പല LPUP HSA പരീക്ഷകൾക്ക്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനുഷിക വികസനം ലക്ഷ്യമിടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ഓർത്തിരിക്കുക. അപ്പം 5 വെച്ച് 8ാം പദ്ധതി പറയുമ്പോൾ അവിടുന്ന് കണ്ടിന്യൂഷനാണ്, പറഞ്ഞിങ്ങനെ പോരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നൊക്കെ ചോദ്യം പല പരീക്ഷകൾക്കും. ഇപ്പോൾ ലാസ്റ്റ് കടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനൊക്കെ പരീക്ഷ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ സെയിൽസ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. WTOയിൽ ഇന്ത്യ ഒപ്പിട്ട വർഷം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ ഒപ്പിട്ട വർഷം 1995 ജനുവരി 1-നാണ്. അതേത് പഞ്ചവത്സര പദ്ധതി കാലത്ത് ചോദിച്ചാൽ 95 വരുന്നത് ഏത് പദ്ധതിക്കകത്താടാ? 8-ലല്ലയോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തൊക്കെ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നേ. അപ്പോൾ 92 8ാമത് ലക്ഷ്യത്തോടെ മാനുഷിക വികസനം അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് 9ാം പദ്ധതി 97 മുതൽ 2002 ലക്ഷ്യം വികേന്ദ്രീകൃത ആസൂത്രണം. വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രീകൃത ആസൂത്രണമുണ്ട്, വികേന്ദ്രീകൃത ആസൂത്രണമുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മീൻസ് സെൻട്രലുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രധാന സിറ്റികളൊക്കെ ആയിരിക്കും അവിടെ നമ്മൾ കൈകാര്യം. ആ സിറ്റികളുടെ വികസനമാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ വികസനമായിരിക്കും. വികേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിലേക്ക് വരുന്നതല്ല, ഉൾനാട്ടിലെ ഗ്രാമീണ മേഖലയുടെ വികസനം എന്നുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 9ൻ്റെ ലക്ഷ്യം വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് കാണില്ല, ചിലപ്പോൾ അവിടെ ഗ്രാമീണ മേഖലയുടെ വികസനം എന്നായിരിക്കും. അപ്പോൾ അത് ശരി കൊടുത്തേക്കണം. ഓക്കെ ആണല്ലോ? പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ വാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. SCRT പുസ്തകത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് കിടപ്പുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഗ്രാമീണ മേഖലയുടെ വികസനം എന്ന് ചോദിച്ചാലും ശരി കൊടുത്തിട്ടേ വരാവൂ 9ൻ്റെ ലക്ഷ്യം. ചില ഗൈഡുകളിൽ 9ൻ്റെ ലക്ഷ്യത്തിൻ്റെ സ്ഥാനത്ത് സ്ത്രീ ശാക്തീകരണം എന്ന് കിടപ്പുണ്ട്. അത് തെറ്റാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിടുന്ന പഞ്ചവത്സര പദ്ധതി 10 ഓർത്തിരിക്കുക. 10ന് SCRT ബുക്കിൽ കിടക്കുന്ന വേറെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. അതാണ് നമ്മളിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അത് പഠിച്ചു വെക്കുക. അപ്പം സ്ത്രീ ശാക്തീകരണം 10 മനസ്സിലാക്കി വെക്കണേ. കാരണം പലരും കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പദ്ധതി ആയതുകൊണ്ട് 9ൻ്റെ ലക്ഷ്യം സ്ത്രീ ശാക്തീകരണം എന്നുള്ളത്. അങ്ങനെയല്ല, തെറ്റാണ്. അപ്പോൾ 10ാം പദ്ധതി ഏത് വർഷമാണ്? നോക്കിയേ, കണ്ടിന്യൂഷൻ അല്ലയോ? 2002 മുതൽ 2007 വരെ. 10ൻ്റെ ലക്ഷ്യം നോക്കിയേ, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. അപ്പോൾ 1ൻ്റെ ലക്ഷ്യം എന്ത് നമ്മൾ പറഞ്ഞേ? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2 പറഞ്ഞേ? വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനം. 3 പറഞ്ഞേ? 3 പ്രധാനപ്പെട്ട 3 പോയിന്റ് പറഞ്ഞു. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, പിന്നെ തൊഴിലില്ലായ്മ കുറയ്ക്കുക. 4ൻ്റെ ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച. 5 പറഞ്ഞേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6 ചോദിക്കുമ്പോൾ 1ഉം 2ഉം കൂടി ചേർത്തങ്ങ് പറയണം. കാർഷിക വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനം. 7 ആധുനികവൽക്കരണം. 8 മാനുഷിക വികസനം. 9 വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് കാണും, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഗ്രാമീണ വികസനം എന്ന് കാണും. ഓക്കെ ആണല്ലോ. 10ന്റെ ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. സ്ത്രീ ശാക്തീകരണം കൂടി 10ൽ ഓർത്ത് വെച്ചേരെ. നെക്സ്റ്റ് 11ന്റെ ലക്ഷ്യം രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള വളർച്ച. ഇങ്ങനെ കാണാൻ ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്കായിട്ട് അവിടെ തരും. അത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാ. എന്ത് ഗ്രോത്താടാ? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വളർച്ച എന്ന. എന്ത് ഗ്രോത്ത്? ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ ആണല്ലോ. അപ്പം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതി 11. 12ന്റെ ലക്ഷ്യം നോക്കി, സുസ്ഥിര വികസനം. ഇംഗ്ലീഷിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയും. എന്ത് ഡെവലപ്മെന്റ് ആടാ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. ഓക്കെ ആണല്ലോ. പിന്നെ ഓർക്കട്ടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 12ാം പദ്ധതിയുടെ 2 ഉപലക്ഷ്യം കൂടെ ഉണ്ട്. 12ാം പദ്ധതിയുടെ 2 ഉപലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ 11ന്റെ ലക്ഷ്യമാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, മറ്റൊന്ന് ഫാസ്റ്റർ ഗ്രോത്ത്. ഒരു ലക്ഷ്യം 11ന്റെ ലക്ഷ്യമാണ്. പറഞ്ഞ പോയിന്റ്, 12ാം പദ്ധതിക്ക് 2 ലക്ഷ്യം കൂടെ ഉണ്ട്. ഒന്ന് ഇൻക്ലൂസീവ് ഗ്രോത്തും മറ്റൊന്ന് ഫാസ്റ്റർ ഗ്രോത്തും. മലയാളം പറഞ്ഞ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വളർച്ച ലക്ഷ്യമിടുന്നത് 11നെയും കൂടാതെ ഏതും ഉണ്ടെന്ന് 12 ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, ഇൻക്ലൂസീവ് ഗ്രോത്ത് ലക്ഷ്യമിടുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ ഓപ്ഷനിൽ 11 ഇല്ലെങ്കിൽ എന്തെടുക്കണം? 12 എടുക്കണം. രണ്ടും കൂടി ഓപ്ഷനിൽ തരില്ല കേട്ടോ. അപ്പം പിന്നെ ഏത് ലക്ഷ്യം കൂടി? ത്വരിതഗതിയിലുള്ള വളർച്ച കൂടി 12-നകത്തിൽ എടുക്കണം. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മൾ 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ വർഷം അതിൻ്റെ ലക്ഷ്യങ്ങളുമായി കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ 5 ഇയർ പ്ലാൻ്റെ വർഷങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ കാലഘട്ടമായിട്ട് പറഞ്ഞ് വെക്കാൻ ശ്രമിക്കില്ലേ. 1ാം പദ്ധതിയുടെ വർഷം 1951, 2ൻ്റെ വർഷം 1956, 3ൻ്റെ വർഷം 1961, 4ൻ്റെ വർഷം 1969, 5ൻ്റെ വർഷം 1974, 6ൻ്റെ വർഷം 1980, 7ൻ്റെ വർഷം 85, 8ൻ്റെ വർഷം 1992, 9 1997, 10 2002, പിന്നീട് 10 2002, 11ാം പദ്ധതി 2007, 12ാം പദ്ധതി 2012. ഇങ്ങനെ ഫസ്റ്റ് വർഷങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഒരിക്കലും കാലഘട്ടമായിട്ട് എഴുതാൻ ശ്രമിക്കില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, കാലഘട്ടം പറഞ്ഞു വെക്കുന്നതിൻ്റെ എൻഡിലത്തെ വർഷമാണല്ലോ മറ്റൊരു പദ്ധതിയുടെ തുടക്കം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റൂ. മീൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാ ഓരോ പദ്ധതികളും ആരംഭിച്ച വർഷം എന്നാണ് ചോദ്യം. കാലഘട്ടം അല്ലാതെ തന്നെ സ്റ്റാർട്ടിങ് വർഷം ഇട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ചോദിച്ചതാ 1ാം പദ്ധതി ആരംഭിച്ചതെന്ന് 1951. കാലഘട്ടം കാണില്ല. അതുകൊണ്ട് നമ്മൾ OMR പോയി കാലഘട്ടം എഴുതാനും ശ്രമിക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇവിടുന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 3 പോയിന്റ്, പ്ലാൻ ഹോളിഡേ ആരംഭിച്ച വർഷം 66, 69 നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, റോളിംഗ് പ്ലാൻ 78-80 നടപ്പിലാക്കിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, ആനുവൽ പ്ലാൻ 1990-92 നടപ്പിലാക്കിയ പ്രധാനമന്ത്രി VP സിംഗ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി പഠിക്കുക.